ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗ്രാമത്തിൽ പിശുക്കനായൊരു മനുഷ്യനുണ്ടായിരുന്നു. പൈതൃകമായി കിട്ടിയ സമ്പത്തുള്ളതുകൊണ്ട് ആ സമ്പത്തിനെ കുറിച്ചോർത്ത് ഒരു പണിയും എടുക്കാതെ, ഒരു രൂപ പോലും ചെലവാക്കാതെ ജീവിക്കാനായിരുന്നു അയാൾ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരിക്കൽ നദിക്കരയിൽ നിന്നും അയാൾക്ക് ഒരു തുണിസഞ്ചി കിട്ടി. അത് തുറന്നു നോക്കിയപ്പോൾ അത് നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അയാൾക്ക് വലിയ സന്തോഷമായി. ആരും കാണാതെ സ്വർണ്ണ നാണയങ്ങൾ തൻ്റെ വസ്ത്രത്തിനിടയിൽ ഒളിപ്പിച്ചുകൊണ്ട് അയാൾ വേഗം വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ പിശുക്കൻ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ കണ്ട് സന്തോഷഭരിതനായി. അത് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി. ഇതിങ്ങനെ വീടിനകത്ത് സൂക്ഷിക്കുന്ന ഉചിതമല്ല എന്ന് ചിന്തിച്ച് വീടിന് മുന്നിൽ ഒരു വൃക്ഷത്തിന്റെ ചൂട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. പക്ഷേ എല്ലാ രാത്രിയിലും ആരും കാണാതെ അയാൾ മണ്ണ് മാറ്റി സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് എണ്ണി നോക്കി തന്റെ കണ്ണുകൾ കൊണ്ട് ആവോളം ആസ്വദിച്ചിട്ട് തിരികെ വെക്കും. എന്നാൽ ഒരു കള്ളൻ അയാളുടെ ഈ പ്രവൃത്തി കണ്ടുപിടിച്ചു. അന്ന് തന്നെ കള്ളൻ ആ സ്വർണ്ണ നാണയങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. പിറ്റേ രാത്രിയിൽ സ്വർണ്ണ നാണയങ്ങൾ കാണുവാൻ വേണ്ടി കുഴി തുറന്ന പിശുക്കൻ ഞെട്ടിപ്പോയി. തന്റെ സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ നഷ്ടമായിരിക്കുന്നു. നിരാശയും സങ്കടവും നിറഞ്ഞ അയാൾ ഉറക്കെ കരയാൻ തുടങ്ങി. അയാളുടെ കരച്ചിൽ കേട്ട ഒരു വഴിയാത്രക്കാരൻ കാര്യമെല്ലാം അന്വേഷിച്ചു. താൻ കുഴിച്ചിട്ട് സ്വർണ്ണ നാണയങ്ങൾ കള്ളൻ കൊണ്ടുപോയെന്ന് അയാൾ വിഷമത്തോടെ പറഞ്ഞു. താങ്കൾ എന്താണ് ആ നാണയങ്ങൾ ചെലവാക്കാതെ കുഴിച്ചിട്ടത്? വഴിപോക്കൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, അയ്യോ, എനിക്കത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. വഴിയാത്രക്കാരൻ കുറച്ച് ചെറിയ കല്ലുകൾ എടുത്ത് ആ കുഴിയിൽ വെച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കല്ലുകൾ ഇനി ഇവിടെ സൂക്ഷിച്ചുകൊള്ളൂ. കാരണം ആ നാണയങ്ങളും ഈ കല്ലുകളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര വലിയ നിധി കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. കൈവശമുള്ള സമ്പാദ്യവും വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അവയുടെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഒരു യജമാനന്റെയും 3 ദാസന്മാരുടെയും ഉപമ പറയുന്നുണ്ട്. ആദ്യത്തെ 2 ദാസന്മാരും അവർക്ക് ലഭിച്ച താലന്തുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചപ്പോൾ മൂന്നാമത്തവൻ അതുകൊണ്ടുപോയി കുഴിച്ചിടുന്നു. സ്വന്തം കഴിവുകളും ഡിഗ്രികളും സമ്പാദ്യവുമെല്ലാം ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ പൂട്ടിവെക്കുന്നവർ ഈ മൂന്നാമത്തെ ദാസനിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ നിലത്ത് കുഴിച്ചിടുന്ന പിശുക്കനിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല. ജീവിതത്തിൽ അനുഗ്രഹമായി ലഭിച്ചിരിക്കുന്ന എല്ലാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ പങ്കുവയ്ക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല